ഇപ്പോൾ പാലം നിലവിൽ വരും എന്നായപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ആശങ്കകൾ നാട്ടുകാർക്കിടയിലുണ്ട്. എന്നാൽ ബോധപൂർവമായി ചില സംശയങ്ങളും മറ്റുമൊക്കെ ആളുകളുടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമമുണ്ട്. ബോധപൂർവവും രാഷ്ട്രീയ പ്രേരിതവുമായി നടത്തുന്ന പരിശ്രമങ്ങളെ ഞങ്ങൾ അവഗണിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായിരുന്ന ആശങ്കകളെ ഒക്കെ മറുപടി പറയാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ പഠനത്തിൻ്റെയും ഒക്കെ പ്ലാനിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 11 സ്പാനുകളിലായി 337 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. ഇതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ലാൻഡ് അക്വിസിഷന് ഏകദേശം 15 കോടിയോളം രൂപ മതിയാകും. ഈ 2 പ്രപ്പോസലും കിഫ്ബി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പാല നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ എമൗണ്ട് അംഗീകരിക്കപ്പെട്ട് നൽകുമെന്ന് കിഫ്ബി നമ്മളോട് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ പാല നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി വെഞ്ഞാറമൂടിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വെഞ്ഞാറമൂട് ടച്ച് ചെയ്യേണ്ടാത്ത എല്ലാ വാഹനങ്ങൾക്കും മേൽപ്പാലം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും. 2 വേ എന്ന നിലയിൽ പോകാൻ കഴിയും. മേൽപ്പാലത്തിന് മുകളിലൂടെ ഇത്ര 400 മീറ്റർ താഴെ ആയതുകൊണ്ട് തന്നെ മേൽപ്പാലത്തിന് മുകളിലൂടെ ഫുട്പാത്ത് ഉണ്ടാവില്ല. 2 ഭാഗത്തും അവർക്ക് വാഹനങ്ങൾ പോകാൻ കഴിയും. അപ്പോൾ അത് തന്നെ വെഞ്ഞാറമൂട് ടൗണിലേക്ക് പ്രവേശിക്കാതെ കൊട്ടാരക്കര ഭാഗത്തേക്കും തിരുവനന്തപുരത്തെ ഭാഗത്തേക്കും വരുന്ന വാഹനങ്ങൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ഈ മേൽപ്പാലത്തിലൂടെ പോകാൻ കഴിയും. എന്നാൽ സർവീസ് റോഡിലൂടെ നമുക്ക് വെഞ്ഞാറമൂട് ടച്ച് ചെയ്ത് പോകേണ്ട എല്ലാ വാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യമുണ്ടാകും. ചില ആശങ്കകൾ പടരുന്നത് ഈ മേൽപ്പാലം വന്നാൽ വെഞ്ഞാറമൂടിലെ കച്ചവടം കുറയും എന്നാണ്, അല്ലെങ്കിൽ വെഞ്ഞാറമൂടിലെ ബിസിനസ്സുകാർക്ക് അത് ദോഷകരമായി ബാധിക്കുന്നതാണ്. ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, അത് ഗുണകരമാവുകയും ചെയ്യും. ഈ സർവീസ് റോഡിലൂടെ വെഞ്ഞാറമൂട്ടിൽ വരാൻ ഒരു തിരക്കില്ലാതെ തന്നെ വന്ന് പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും വെഞ്ഞാറമൂട്ടിലെ ആളുകൾക്ക് ഇറങ്ങാനും അവരുടെ ആവശ്യങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിൽ പോയി നിർവഹിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ നിലയിൽ നിന്ന് സൗകര്യങ്ങൾ വർദ്ധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ എല്ലാം ശരിയായ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ പാലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. PWD മന്ത്രാലയത്തിൻ്റെ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താല്പര്യവും കൂടി അക്കാര്യത്തിലുണ്ടായിരുന്നു. ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ അത് മന്ത്രിസഭയിലേക്ക് പോവുകയും മന്ത്രിസഭ അത് അംഗീകരിക്കുകയും ULCSുമായിട്ട് കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെയാണിപ്പോൾ നമ്മുടെ ദീർഘകാല സ്വപ്നമായ മേൽപ്പാലം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതിൻ്റെ ഔപചാരികമായ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട PWD വകുപ്പ് മന്ത്രി വെഞ്ഞാറമൂട്ടിൽ വന്ന് നടത്തുകയും ചെയ്തു. ഇതിന് ഇപ്പോൾ പാലം നിലവിൽ വരും എന്നായപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില ആശങ്കകൾ നാട്ടുകാർക്കിടയിലുണ്ട്. എന്നാൽ ബോധപൂർവമായി ചില സംശയങ്ങളും മറ്റുമൊക്കെ ആളുകളുടെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിശ്രമമുണ്ട്. ബോധപൂർവവും രാഷ്ട്രീയ പ്രേരിതവുമായി നടത്തുന്ന പരിശ്രമങ്ങളെ ഞങ്ങൾ അവഗണിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമായിരുന്ന ആശങ്കകളെ ഒക്കെ മറുപടി പറയാൻ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ പഠനത്തിൻ്റെയും ഒക്കെ പ്ലാനിങ്ങിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 11 സ്പാനുകളിലായി 337 മീറ്റർ നീളത്തിലും 10 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത്. 800 മീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡ് ഇരുവശങ്ങളിലുമുള്ള അനുബന്ധ റോഡിൻ്റെ നിർമ്മാണവും ഇതിൽ ഉൾപ്പെടുന്നു. 3.5 മീറ്റർ ഉയരത്തിൽ റീറ്റെയിനിങ് വാളും ഉണ്ടാകും. അപ്രോച്ച് റോഡ് തിരുവനന്തപുരം സൈഡിൽ 56.7 മീറ്റർ, കൊട്ടാരക്കര സൈഡ് 52 മീറ്റർ. സർവീസ് റോഡിൽ 5 സെന്റിമീറ്റർ BM-ഉം 3 സെന്റിമീറ്റർ BC-യും പ്രവൃത്തികൾ ഉണ്ടാകും. ട്രാഫിക് സിഗ്നൽ, റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ, റോഡ് മാർക്കിംഗ്, സ്ട്രീറ്റ് ലൈറ്റ്, ഓവർഹെഡ് സൈൻ ബോർഡ് എന്നിവയും മേൽപ്പാല നിർമ്മാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ലൈൻ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിൻ്റെ ഭാഗമായി മാറ്റേണ്ടതുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ ലൈനുകൾ മാറ്റേണ്ടതുണ്ട്. ഇതിൽ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വലിയ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന ഇലക്ട്രിസിറ്റി ലൈനുകൾ ഇപ്പോൾ തന്നെ മാറ്റിക്കഴിഞ്ഞു. അതിന് 15 ലക്ഷം രൂപ കിഫ്ബിയിൽ നിന്ന് പ്രത്യേകം അനുവദിക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ സിവിൽ വർക്കിനാകെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 27,95,62,590 രൂപയാണ്. GST അക്കാര്യത്തിൽ വരും. ഇത് രണ്ടും കൂടി 5 കോടിയോളം GST വരും. ഇത് രണ്ടും കൂടി ചേർന്നാൽ 32,98,83,856 രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത്. ഇത് കൂടാതെ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് ഇലക്ട്രിസിറ്റി ബോർഡിന് 1,96,00,000 രൂപയാകും.
വാട്ടർ അതോറിറ്റിക്ക് 67,06,000 രൂപയും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിന് വേണ്ടിയാകും. ഇത് ഭാവിയിൽ സ്വാഭാവികമായിട്ട് സർവീസ് റോഡിൻ്റെ വിഡ്ത്ത് നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പാല നിർമ്മാണത്തോടൊപ്പം തന്നെ ലാൻഡ് അക്വിസിഷൻ നടപടികളും തുടരാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിക്വസ്റ്റ് കിഫ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. കിഫ്ബിയുടെ തന്നെ MD-യുടെ നേതൃത്വത്തിൽ കൂടിയ മീറ്റിങ്ങുകളിലാണ് ഇതെല്ലാം അംഗീകരിക്കുകയും ഇതിന് പാല നിർമ്മാണം ആരംഭിക്കാൻ അനുമതി നൽകുകയും ചെയ്തത്. ഇപ്പോൾ LAക്കായി ഒരു 169 സെൻറ്റ് ആകെ LAക്ക് വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ 50,70,00,000 രൂപ ആകുമെന്നാണ് കണ്ടിട്ടുള്ളത്. അത് ആദ്യത്തെ ഘട്ടത്തിൽ ഇതിൻ്റെ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള ഭാഗത്ത് ലാൻഡ് അക്വിസിഷന് ഏകദേശം 15 കോടിയോളം രൂപ മതിയാകും. ഈ 2 പ്രപ്പോസലും കിഫ്ബി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. ഈ പാല നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ എമൗണ്ട് അംഗീകരിക്കപ്പെട്ട് നൽകുമെന്ന് കിഫ്ബി നമ്മളോട് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ പാല നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ നമ്മുടെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി വെഞ്ഞാറമൂടിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് വെഞ്ഞാറമൂട് ടച്ച് ചെയ്യേണ്ടാത്ത എല്ലാ വാഹനങ്ങൾക്കും മേൽപ്പാലം വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയും. 2 വേ എന്ന നിലയിൽ പോകാൻ കഴിയും. മേൽപ്പാലത്തിന് മുകളിലൂടെ ഇത്ര 400 മീറ്റർ താഴെ ആയതുകൊണ്ട് തന്നെ മേൽപ്പാലത്തിന് മുകളിലൂടെ ഫുട്പാത്ത് ഉണ്ടാവില്ല. 2 ഭാഗത്തും അവർക്ക് വാഹനങ്ങൾ പോകാൻ കഴിയും. അപ്പോൾ അത് തന്നെ വെഞ്ഞാറമൂട് ടൗണിലേക്ക് പ്രവേശിക്കാതെ കൊട്ടാരക്കര ഭാഗത്തേക്കും തിരുവനന്തപുരത്തെ ഭാഗത്തേക്കും വരുന്ന വാഹനങ്ങൾക്ക് എല്ലാ വാഹനങ്ങൾക്കും ഈ മേൽപ്പാലത്തിലൂടെ പോകാൻ കഴിയും. എന്നാൽ സർവീസ് റോഡിലൂടെ നമുക്ക് വെഞ്ഞാറമൂട് ടച്ച് ചെയ്ത് പോകേണ്ട എല്ലാ വാഹനങ്ങൾക്കും പോകാനുള്ള സൗകര്യം ഉണ്ടാകും. അത് ഗതാഗത കുരുക്ക് ഒഴിവാക്കിക്കൊണ്ടും നമ്മുടെ ഫലപ്രദമായ സിഗ്നൽ സമ്പ്രദായത്തിലൂടെ നിയന്ത്രിച്ചുകൊണ്ടും ഈ സർവീസ് റോഡിനെ പ്രയോജനപ്പെടുത്താനാകും. ചില ആശങ്കകൾ പടരുന്നത് ഈ മേൽപ്പാലം വന്നാൽ വെഞ്ഞാറമൂടിലെ കച്ചവടം കുറയും എന്നാണ്, അല്ലെങ്കിൽ വെഞ്ഞാറമൂടിലെ ബിസിനസ്സുകാർക്ക് അത് ദോഷകരമായി ബാധിക്കുന്നതാണ്. ഒരു കാരണവശാലും അത് ബാധിക്കില്ല എന്ന് മാത്രമല്ല, അത് ഗുണകരമാവുകയും ചെയ്യും. ഈ സർവീസ് റോഡിലൂടെ വെഞ്ഞാറമൂട്ടിൽ വരാൻ ഒരു തിരക്കില്ലാതെ തന്നെ വന്ന് പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ തീർച്ചയായിട്ടും വെഞ്ഞാറമൂട്ടിലെ ആളുകൾക്ക് ഇറങ്ങാനും അവരുടെ ആവശ്യങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിൽ പോയി നിർവഹിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇന്നത്തെ നിലയിൽ നിന്ന് സൗകര്യങ്ങൾ വർദ്ധിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അതിൻ്റെ എല്ലാം ശരിയായ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ പാലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന വാഹനങ്ങളാണ് ഗതാഗത കുരുക്കിന് ഒരു കാരണമാകുന്നത്. പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. അത് പരിഹരിക്കുന്നതിനാവശ്യമായ 1 വേ സംവിധാനം നമുക്ക് സൃഷ്ടിക്കാനാകും. അതിനുവേണ്ടി മുൻകൂട്ടി തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത റിംഗ് റോഡുകൾ 2 ഭാഗമായിട്ടാണ് അത് എടുത്തത്. ഒന്ന് ഔട്ടർ റിംഗ് റോഡ്, പെരപ്പംകോട് നിന്ന് ആരംഭിച്ച് പാലാങ്കോണം, നാഗർവഴി, കുറ്റുമൂട്, നെലനാട് വഴി അമ്പലമുക്കിൽ ചേരുന്ന ഒരു റോഡ്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി. BMN-BC അനുസരിച്ചുള്ള നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത് ആ കൂട്ടത്തിലാണ് വെഞ്ഞാറമൂട് മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് സ്റ്റേഷൻ വഴി പാകിസ്ഥാൻ മുക്കിന് മുക്കുന്നതിന് ഇടയ്ക്ക് വന്ന് കയറുന്ന പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് വന്ന് കയറുന്ന ഒരു റോഡ് കൂടി അന്ന് ഉൾപ്പെടുത്തിയിരുന്നത്. അത് തോപ്പിൽ കൺസ്ട്രക്ഷനാണെന്ന് കരാറെടുത്തത്. പക്ഷേ അവർ പ്രവൃത്തി തന്നെ സമയബന്ധിതമായി തീർത്തില്ല. ഔട്ടർ റിംഗ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയതിന് ശേഷം ഈ ഇന്നർ റിംഗ് റോഡ് അവർ ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ അവരെടുത്ത കരാറുകളിൽ നിന്നെല്ലാം അവർ ടെർമിനേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അതിൻ്റെയും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ ഇന്നർ റിംഗ് റോഡും ഔട്ടർ റിംഗ് റോഡിൻ്റെ സ്ലാബ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ, സ്ലാബ് ഏകദേശം 4000-ൽ പരം സ്ലാബുകൾ ഇടുന്നതിന് വേണ്ടിയും ഈ എസ്റ്റിമേറ്റിൽ തുക വകവലിച്ചിട്ടുണ്ട്. ആ പണിയും ഇപ്പോൾ ULCCക്കാണ് കരാർ കിട്ടിയിരിക്കുന്നത്. അതും ഇപ്പോൾ അവർക്ക് ആരംഭിക്കാനാകും. അതിൻ്റെയും മന്ത്രിസഭാ അംഗീകാരം കിട്ടിക്കഴിയും. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വഴിയുള്ള ആ റോഡ് നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ 1 വേ സംവിധാനത്തിലൂടെ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നാടിൻ്റെ ഗതാഗത കുരുക്കിന് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ ഈ ഔട്ടർ റിംഗ് റോഡ്, ഇന്നർ റിംഗ് റോഡ്, മേൽപ്പാലം എന്നിവ ഉപയോഗിച്ച് പരിഹാരം കാണാൻ കഴിയും എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു വാർത്ത എന്ന നിലയിൽ ജനങ്ങളെ അറിയിക്കാനുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ആശങ്കയും ആർക്കും വേണ്ടതില്ല. ഇതിനെതിരായി പ്രചരണം നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ പ്രചരണങ്ങളുണ്ട്. അതിനെ നമുക്ക് അവഗണിക്കുക, അല്ലാതെ മറ്റു മാർഗമില്ല. ഒരു ഘട്ടത്തിൽ
പാലം എവിടെ എന്ന് ചോദിച്ചവർ ഇന്ന് ഈ പാലം അനാവശ്യമാണ് എന്ന പ്രചരണത്തിലേക്ക് എത്തുന്നുണ്ട്. അതൊക്കെ അവഗണിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അത്തരം ജൽപ്പനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഈ വികസനം പൂർത്തിയാക്കി വെഞ്ഞാറമൂടിൻ്റെ ഗതാഗതക്കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾ കരുതുന്നത്. അക്കാര്യത്തിൽ നിലവിലുള്ള കച്ചവടക്കാർക്കോ നിലവിലുള്ള വെഞ്ഞാറമൂട് വാസികൾക്കോ യാതൊരു തരം ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, ഈ പാലം പണി നടക്കുന്നത് 2 വർഷമാണ് കരാർ കാലാവധി, 5 വർഷമാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാലാവധി. ഈ പാലം പണി നടക്കുന്ന ഘട്ടത്തിൽ കുറച്ച് പ്രയാസങ്ങളുണ്ടാകും. കാരണം ട്രാഫിക് ഡീവിയേഷൻ എല്ലാം വേണ്ടി വരും. അതും നന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട്. KSRTC, ഇലക്ട്രിസിറ്റി ബോർഡ്, PWD, KRFB, അതുപോലെ തന്നെ പോലീസ് എന്നിവരുടെ സംയുക്ത മീറ്റിംഗ് കൂടി ഇക്കാര്യത്തിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രഖ്യാപനങ്ങൾ മുൻകൂട്ടി തന്നെ നടത്തിയിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നമുക്ക് അമ്പലമുക്ക് വഴി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. പിന്നെ വെഞ്ഞാറമൂട്ടിൽ KSRTC ബസ്സിന് വെഞ്ഞാറമൂട്ടിൽ വന്ന് പോലീസ് സ്റ്റേഷൻ വഴി ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് വരുന്ന ഒരു സംവിധാനവും നമുക്ക് ഇതിനകം ഒരുക്കാനാകും. തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കഴക്കൂട്ടം വഴി വരുന്ന വാഹനങ്ങളാണെങ്കിൽ അത് വേളാവൂരിൽ നിന്ന് തന്നെ തിരിഞ്ഞ് നമുക്ക് ആറ്റിങ്ങൽ റോഡിൽ കയറി പോകാനും, മറ്റ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സമന്വയ നഗറിൽ തിരിഞ്ഞ് ഈ മുക്കുന്നൂർ ടച്ച് ചെയ്ത് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കയറി പോകാനുമുള്ള സംവിധാനങ്ങളാണ് ഇപ്പോൾ ഒരുക്കാൻ ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ട്രാഫിക് സംവിധാനത്തിൻ്റെ വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയും. വെഞ്ഞാറമൂട് വരുന്ന റോഡുകൾക്ക് തന്നെ വെഞ്ഞാറമൂടിൻ്റെ പരിസര പ്രദേശങ്ങൾ വരെ എത്തുന്ന നിലയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാലം നിർമ്മാണം നടക്കുന്ന സന്ദർഭത്തിൽ 2 വീലറുകൾ 4 വീലറുകൾ അത്യാവശ്യം ജംഗ്ഷൻ ടച്ച് ചെയ്യേണ്ടതെല്ലാം ഈ 1 വേ ആയി കടന്നു വരുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കണമെന്നും കരാറുകാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് അവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പരമാവധി നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പാല നിർമ്മാണവും നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. നാടിൻ്റെ വികസനത്തിൽ താല്പര്യമുള്ള എല്ലാവരും ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ആലോചന നടക്കുന്ന സന്ദർഭങ്ങളിൽ ആദ്യഘട്ടങ്ങളിൽ തന്നെ എല്ലാവരുമായും കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ചർച്ചകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണോദ്ഘാടന സമയത്ത് പിന്നെ പഞ്ചായത്തിൻ്റെ മുന്നിൽ വെച്ച് പഞ്ചായത്തിൻ്റെ എല്ലാം സഹകരണത്തോടുകൂടി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും എല്ലാം ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് സ്വാഗതസംഘം രൂപീകരിച്ചത്. അന്ന് പങ്കെടുത്ത എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഈ പാല നിർമ്മാണത്തിന് ആവശ്യമായ പിന്തുണയും അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൈലിംഗ് ജോലികൾ ഓണക്കാലത്തിൻ്റെ ഒരു തിരക്കും ജനങ്ങളുടെ സൗകര്യവുമൊക്കെ ഉദ്ദേശിച്ചാണ് ഓണക്കാലത്തിന് ശേഷം മതി എന്ന് തീരുമാനമെടുത്തത്. അപ്പോൾ ഓണം കഴിഞ്ഞാലുടൻ, നാളെയാണ് ഘോഷയാത്രയെല്ലാം അവസാനിക്കുന്നത്. 10-ാം തീയതിയോടുകൂടി ഓണം അവസാനിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 10-ാം തീയതി കട്ട് ഓഫ് ഡേറ്റ് ആക്കിക്കൊണ്ട് 10-ാം തീയതിക്ക് ശേഷം ഈ പൈലിംഗ് ആരംഭിക്കാമെന്നാണ് ULCS ഊരാളുങ്കൽ ലേബർ കൺസ്ട്രക്ഷൻ സൊസൈറ്റി അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഷിഫ്റ്റിംഗ് ജോലികളും ഇതോടൊപ്പം തന്നെ നടക്കും. ഇലക്ട്രിസിറ്റിയുടെ പ്രാഥമികമായ ഷിഫ്റ്റിംഗ് എല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് ഷിഫ്റ്റിംഗ് ജോലികൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവരും നടത്തും. അങ്ങനെ തടസ്സങ്ങളില്ലാതെ തന്നെ ഈ കരാർ പീരീഡിൽ തന്നെ നമുക്ക് പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ പറ്റും. 2 വർഷമാണ് കാലാവധിയെങ്കിലും പരമാവധി നേരത്തെ തീർത്തു തരാമെന്നാണ് വാക്കാൽ ULCS ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്, അധികൃതരെയും അറിയിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ഞങ്ങൾ ഈ പല പ്രാവശ്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ച് വന്നപ്പോഴെല്ലാം ഒരു ആശങ്ക പുറപ്പെടുവിച്ച കാര്യം അതിൻ്റെ പരിഹാരമായി എന്നുള്ളത് കൂടി ഞാൻ അറിയിക്കുക. അതിൽ മറ്റൊന്നുമല്ല, നമ്മുടെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 2016 ഘട്ടം മുതൽ ആരംഭിച്ച കാര്യേറ്റ് പാലോട് റോഡ്, അതും കരാറുകാർ എടുത്ത് പൂർത്തിയാക്കാതെ അവസാനം കരാറുകാരനെ അവരുടെ റിസ്ക് ആൻഡ് കോസ്റ്റ് ഒഴിവാക്കുകയാണ്, ടെർമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അത് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്, പുതിയ DSR അനുസരിച്ച് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. സ്വാഭാവികമായും അതിൻ്റെ എമൗണ്ടിൽ വ്യത്യാസം വന്നതുകൊണ്ട് അതിൻ്റെ ഈ ക്യാബിനറ്റ് അംഗീകാരം വേണ്ടി വന്നു. അത് ടെൻഡർ ചെയ്തു. ടെൻഡർ എടുത്തിരിക്കുന്നത് ശ്രീധന്യ കൺസ്ട്രക്ഷൻസാണ്. അവർ നന്നായി പണി ചെയ്യുന്ന ഒരു കരാറുകാരാണ്. നമ്മുടെ മണ്ഡലത്തിൽ പല പണികളും അവർ ചെയ്തിട്ടുണ്ട് മുൻപ്. അതൊക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കി തന്നിട്ടുമുണ്ട്. അത് അവർ കരാറെടുത്തു. ആ കരാറും
ഈ പറയുന്നത് പോലെ ക്യാബിനറ്റ് അംഗീകാരത്തിന് സമർപ്പിച്ചു, അംഗീകാരം ലഭിച്ചു കഴിഞ്ഞു. അതിന് സെലക്ഷൻ നോട്ടീസ് കൊടുത്ത് കരാർ വെച്ച് ഉടൻ തന്നെ അത് ആരംഭിക്കാൻ കഴിയും. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ ശ്രീ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവർത്തനവും നമുക്ക് ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കി എടുക്കാൻ കഴിയും. അതിൻ്റെ BM വരെയാണ് ചെയ്തിട്ടുള്ളത്. BM പൊളിഞ്ഞു പോയടത്ത് അത് മാറ്റി പിന്നെ അതിൻ്റെ മുകളിൽ BCയും കൂടി ചെയ്ത് ആ റോഡും ആധുനിക നിലയിൽ നവീകരിക്കാൻ നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ കഴിയും എന്നുള്ള സന്തോഷ വാർത്ത കൂടി ഇതോടൊപ്പം അറിയിക്കുകയാണ്. ഇന്ന് ഇതിപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിന് ശേഷം ഒരു പത്രസമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് കൂടുതൽ വിവരങ്ങൾ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രതിനിധികളും ULCയുടെ പ്രതിനിധികളും ULCSൻ്റെ പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും നമുക്ക് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചെടുക്കാനാകും. അതിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ ഒരിക്കൽ കൂടി ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.